എല്ലാവർക്കും എൻ്റെ ചാനലായ ഫനാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ജ്യൂസാണ്. മാങ്ങ ചുട്ടെടുത്തിട്ട് അതും കൂടെ ഉണ്ടാക്കുന്ന ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ പച്ചമാങ്ങയാണ് എടുക്കേണ്ടത്. ഒത്തിരി പുളിയുള്ള മാങ്ങ വേണ്ട. ഞാൻ എടുക്കുന്നത് ഈ ചെറിയ മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാങ്ങ ചുട്ടെടുക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വിറകടുപ്പിൻ്റെ കനലിൻ്റെ മുകളിൽ ഇട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഈ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ചുട്ടെടുക്കണം. മാങ്ങ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മാങ്ങയുടെ തൊലി നല്ലതുപോലെ കരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ മാങ്ങ ചുട്ടെടുക്കണം. അപ്പോൾ മാങ്ങ നല്ലതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ആ മാങ്ങയുടെ തൊലി പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ മാങ്ങയുടെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയുടെ തൊലി പൊളിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയുടെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്താണ് ഇരിക്കുന്നത്. ഇനി മാങ്ങയുടെ പൾപ്പ് നമുക്കൊന്ന് ചെത്തിയെടുക്കാം. ഇനി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഈ മാങ്ങയുടെ പൾപ്പിലേക്ക് ഒരു പച്ചമുളക് ചേർക്കണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുതിന ഇല 3-4 എണ്ണം, മല്ലിയില ഒരു 3-4, അതിൻ്റെ ആ ഇലയുടെ വശം മാത്രം എടുത്താൽ മതി. ഇനി ജ്യൂസ് അടിക്കാനായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, വറുത്ത് പൊടിച്ച ജീരകം 1/2 ടീസ്പൂൺ, ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ, ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് നമുക്ക് 1-1.5 ഗ്ലാസ് ജ്യൂസേ കിട്ടുകയുള്ളൂ.